ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് പഠിക്കുന്നത് കവേർഡ് കോൾ എന്ന സ്ട്രാറ്റജിയാണ്. കവേർഡ് കോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കോൾ ഓപ്ഷൻ വിൽക്കുകയാണ്. പക്ഷേ കോൾ ഓപ്ഷന് റിസ്ക് ഉണ്ട്, അപ്സൈഡ് റിസ്ക് ആണുള്ളത്. ആ റിസ്ക് കവർ ചെയ്യപ്പെടുകയാണ്. ഒരു ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്താണ് അതിന്റെ കവറേജ് എന്നുള്ള കാര്യം. അതായത് ആ റിസ്ക് കവർ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുക. അത് തന്നെയാണ് ഇവിടെയും. കോൾ ഓപ്ഷന് ഒരു റിസ്ക് ഉണ്ട്, അപ്സൈഡ് റിസ്ക് ആണെന്നുള്ളത്. ഷോർട്ട് കോളിന്റെ കാര്യമാണ് പറയുന്നത്. നേക്കഡ് കോൾ, അതായത് ഷോർട്ട് കോൾ വിൽക്കുന്ന സാഹചര്യം. ആ കോൾ ഓപ്ഷന്റെ റിസ്ക് കവർ ചെയ്യപ്പെടുന്നുണ്ട്. എന്തുപയോഗിച്ചുകൊണ്ട്? ഒരു സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട്, അണ്ടർലൈങ് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് കോൾ ഓപ്ഷൻ, ഷോർട്ട് കോൾ ഓപ്ഷനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ സ്ട്രാറ്റജിയാണിത്. നമ്പർ 1 സ്ട്രാറ്റജി. ഇതൊരു ഇൻകം ജനറേറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇത് ചെയ്യുന്നത് വഴി എല്ലാ മാസവും ഒരു ഇൻകം നമുക്ക് കിട്ടും. ഇത് ഇക്വിറ്റിയിൽ ചെയ്യാം, അതായത് സ്റ്റോക്കിൽ ചെയ്യാം, ഫ്യൂച്ചർ ഉപയോഗിച്ചും ചെയ്യാം. ഡെറിവേറ്റീവ് മീൻസ് ഫ്യൂച്ചർ ഉപയോഗിച്ചും ഇത് ചെയ്യാം. ഓക്കെ, എന്താണ് കവേർഡ് കോൾ? ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. ഒരു ലോങ് സ്റ്റോക്ക് പൊസിഷൻ ഉണ്ട്. ലോങ് സ്റ്റോക്ക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങി കൈവശം വെക്കുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ കാശ് കൊടുത്ത് വാങ്ങി വെക്കുന്ന ഒരു സിറ്റുവേഷൻ. സ്റ്റോക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങി, അതിന് അഗേൻസ്റ്റ് ആയിട്ട് അതേ സ്റ്റോക്കിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ, കോൾ ഓപ്ഷൻ സെൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കവേർഡ് കോൾ കിട്ടി. ഇതിന്റെ ഉദ്ദേശം പ്രീമിയം ഇൻകം എല്ലാ മാസവും കിട്ടുക. അതാണ് ഒരു ഉദ്ദേശം. ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സ്റ്റോക്കിന് ഒരു ഡൗൺ സൈഡ് റിസ്ക് ആണുള്ളത്. കാരണം സ്റ്റോക്ക് വാങ്ങി കൈവശം വെച്ചിരിക്കുകയാണ്. അതിന്റെ വില താഴേക്ക് പോയാൽ നമുക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിലെ ഒരു റിസ്ക് ഉണ്ട്. അത് ഒരു പരിധി വരെ കവർ ചെയ്യാൻ നമുക്ക് ഈ പ്രീമിയം ഇൻകം ഉപയോഗിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്കിന്റെ വില കുറയുമ്പോൾ ഒരു പരിധി വരെയുള്ള ഒരു പാർഷ്യൽ പ്രൊട്ടക്ഷൻ നമുക്ക് കോൾ ഓപ്ഷൻ പ്രീമിയം വഴി കിട്ടുന്നുണ്ട്. ഇത് കോൾ ഓപ്ഷൻ, അതായത് കവേർഡ് കോൾ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ ഇൻകം ജനറേഷൻ ആണ്. ഒന്ന്, ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്, പ്രീമിയം ഇൻകം ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, റിസ്ക് കുറയുന്നുണ്ട്. ചില ചെറിയ പ്രൈസിലെ കുറവുകൾ, അതായത് സ്റ്റോക്കിന്റെ വില കുറയുമ്പോഴുള്ള ചില വിഷയങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രീമിയം വഴി മേക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ മാസവും നമുക്ക് പ്രീമിയം കിട്ടും. സ്റ്റോക്ക് നമ്മൾ ഏത് കോൾ ഓപ്ഷൻ ഏത് സ്ട്രൈക്കിലാണോ കോൾ ഓപ്ഷൻ വിറ്റ് അതിന്റെ അവിടെ വരെ പോവുകയോ അല്ലെ അതിന്റെ താഴെയോ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിന്റെ കേസിലും വരുമാനമുണ്ട്. ഇത് നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ ഒന്ന് നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്ക് എടുക്കാം. ചാറ്റ് ജിപിടിയോട് ഒന്ന് പറയാം. NSE-FOയിലെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ ചാറ്റ് ജിപിടിയോട് ഒന്ന് പറഞ്ഞു. അവരാദ്യം തന്ന സ്റ്റോക്ക് ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഡിഫെൻസീവ് സ്റ്റോക്കുകളാണ്. ഡിഫെൻസീവ് സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിലല്ല, സമൂഹത്തിൽ പൊതുവെ, അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഡിഫെൻസീവ് സ്റ്റോക്കുകളെ വലുതായിട്ട് ബാധിക്കത്തില്ല. കാരണം ഇതൊക്കെ FMCG കമ്പനികൾ ഒക്കെ ആയിരിക്കും. ഇതിലെ ഏറ്റവും ആദ്യത്തേത് മാർക്കറ്റ് ലീഡർ എന്നുള്ള നിലയിലുള്ളത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു കോൾ ഓപ്ഷൻ കവേർഡ് കോൾ ചെയ്ത് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ
2340 രൂപയാണ് ഇപ്പം ഇന്നത്തെ വില. ക്ലോസിങ് ഓപ്ഷൻ ചെയിൻ നോക്കാം. ഓപ്ഷൻ ചെയിൻ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങുകയാണ്. ഇക്വിറ്റിയിൽ നമ്മൾ വാങ്ങുന്നില്ല, ഇവിടെ നമ്മൾ ഫ്യൂച്ചറിലാണ് വാങ്ങുന്നത്. കോൾ ഓപ്ഷൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൾ കോൺട്രാക്ട്സ് അപ്സ്ട്രേറ്റ് പോയിട്ട് ചെയ്യാം. ബിൽഡർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ആദ്യം ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ വാങ്ങുകയാണ്. ഫ്യൂച്ചർ വാങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസ്ക്, ഒരേ ഒരു വ്യത്യാസം, ലിവറേജ് ഉപയോഗിച്ച് വാങ്ങുന്നത് കൊണ്ട് മാർജിൻ വെച്ചാൽ മതി. 1,25,101 രൂപ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ലോട്ട് വാങ്ങാൻ പറ്റും. ഒരു ലോട്ടിൽ എത്ര സൈസ് ഉണ്ടോ എന്ന് നോക്കിയേക്കാം. 300, 300 എണ്ണം 2,336 രൂപ വെച്ച് 7,01,100 രൂപയ്ക്ക് പകരം നമ്മളിവിടെ ലിവറേജിന്റെ ആനുകൂല്യം എടുത്തുകൊണ്ട് 1,25,000 രൂപ വെച്ചിട്ടുള്ളൂ. അത്രയും വെച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പൈസ, ഒരു 2-3 ലക്ഷം രൂപ ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റിൽ ഏതെങ്കിലും താഴേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം പിന്നെ പൈസയ്ക്ക് ഓടേണ്ടി വരത്തില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് സെയിം ആണ്. ഫ്യൂച്ചർ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിവിഡൻഡ് ഒന്നും കിട്ടത്തില്ല, നമ്മളെ കമ്പനിയിൽ നിന്ന് വിളിക്കത്തില്ല, എന്തെങ്കിലും മീറ്റിങ്ങിനൊന്നും വിളിക്കത്തില്ല. നമ്മൾ കമ്പനിയുടെ പാർട്ണർഷിപ്പ് മീൻസ് ഓണർഷിപ്പിൽ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ടില്ല, ഫ്യൂച്ചറാണ് വാങ്ങിയിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള മാർക്കറ്റിലെ മറ്റുള്ള പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകൾ നമുക്ക് സെയിം ആണ്. സ്റ്റോക്ക് പ്രൈസ് പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ വില താഴേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടം വന്നുകൊണ്ടേയിരിക്കും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. 5% പ്രൈസ് താഴോട്ട് പോയാൽ നമുക്ക് 36,270 രൂപ നഷ്ടം വരും. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇതാണ് ഒരു ലോങ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലോങ് ഫ്യൂച്ചറാണ്, പക്ഷേ ലോങ് സ്റ്റോക്കിൻ്റെയും ചാർട്ട് ഇങ്ങനെ തന്നെ വരും. ഇതാണ് അതിൻ്റെ ചാർട്ട്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ 300 എണ്ണം മേടിക്കണം. ഒരു ലോട്ടിൽ 300 എണ്ണം ഉള്ളത്, എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് കോൾ വിൽക്കാൻ പറ്റുകയുള്ളൂ. നമ്മളിവിടെ കണ്ടിരുന്നു എന്താണ് ഈ കവേർഡ് കോൾ എന്നുള്ളത്. ലോങ് പൊസിഷൻ പ്ലസ് സെല്ലിംഗ് എ കോൾ ഓപ്ഷൻ. നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കോൾ ഓപ്ഷൻ വിൽക്കുകയാണ് വേണ്ടത്. ഏത് കോൾ വിൽക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. എവിടെ വരെ പ്രൈസ് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ വരെ. ഇതിപ്പോൾ 26 ഡിസംബറിലേതാണ്, പക്ഷേ പിന്നെ ജനുവരിയിൽ എടുത്താലും സെയിം തന്നെ ആയിരിക്കും. നമുക്ക് ഇന്നിപ്പോൾ 20-ാം തീയതി 6 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ മാസത്തെ പൊസിഷൻ നമ്മൾ എടുക്കരുത്, അടുത്ത മാസത്തെ വേണം എടുക്കാൻ. നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ജനുവരിയിലേത് റിസ്ക് സെയിം ആണ്, വിലയിൽ ചെറിയ വ്യത്യാസം ഒരു വർഷം വന്നേക്കാം. ഇതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 50% താഴെ നിൽക്കുന്നത്. കാരണം ടെക്നിക്കലി ഇത് മേലോട്ട് പോകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ വിഷയം. ആ സാഹചര്യത്തിൽ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ വിൽക്കാം. കോൾ ഓപ്ഷൻ വിൽക്കുമ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ നടത്തുകയാണ്, ഇത് എവിടെ വരെ പോകാം. അതിനു മുമ്പ് നമുക്ക് ചാർട്ട് നോക്കാം. ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഒരു പ്രഡിക്ഷൻ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മാർക്കറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു സ്പെക്കുലേറ്റീവ് പ്രഡിക്ഷൻ, ഒരു ഊഹം ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിങ്ങനെയാണ് 6 മാസത്തെ ചാർട്ട് കാണുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. ഒരു വർഷത്തെ ചാർട്ട് നോക്കുമ്പോൾ മിക്കവാറും കഴിഞ്ഞ ഒരു വർഷത്തെ ഇത് നോക്കുമ്പോൾ പ്രൈസ് ഇതിന് മുകളിൽ പോയിട്ടുണ്ട്. 3,000 അവിടെ വരെ പ്രൈസ് പോയിട്ട് ഇപ്പോൾ 22-23% ഓൾ ടൈം ഹൈയിൽ നിന്ന് താന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇനി താഴുമോ, ഇനി മുകളിലേക്ക് പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. എന്തായാലും എനിക്ക് തോന്നുന്നു ജനുവരിക്ക് മുമ്പ് ഇത് മുകളിലോട്ട് പോകും എന്നൊരു വ്യൂ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 2,400 അല്ലെങ്കിൽ 2,400 സംതിങ് നമുക്ക് നോക്കാം. കോൾ ഓപ്ഷനാണ് ഈ ലെഫ്റ്റിൽ കാണുന്ന കോൾ ഓപ്ഷൻ. 2,440 വരെ പോകും
എന്ന് കരുതിക്കൊണ്ട് ഡിസംബറിലേതല്ല, ജനുവരിയിലേത്, നമ്മൾ ജനുവരി ഫ്യൂച്ചറിലാണ് മേടിച്ചത്. ജനുവരിയിലേത് 2420 വരെ പോകും എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുക. എനിക്ക് അവിടെ വരെ, അതാണ് എൻ്റെ ടേക്ക് പ്രോഫിറ്റ്. അവിടെ വരെ പോകുമ്പം ഞാനിത് വിൽക്കാൻ ബിൽഡിംഗ് ആണ്. അപ്പം ഞാൻ 2420 ഒരു കോൾ ഓപ്ഷൻ വിൽക്കുകയാണ്. ഓപ്ഷൻസ് $2420 സെല്ലാണ്, ആഡ് പൊസിഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി. താഴേക്കുള്ള റിസ്ക് അതുപോലെ തന്നെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു ബ്രേക്ക് നോക്കിയിട്ട് 2317 വരെ പ്രൈസ് താഴേക്ക് പോയാലും നമുക്ക് പ്രശ്നമില്ല. ഇതാണ് കവേർഡ് കോൾ. കോൾ ഓപ്ഷൻ്റെ റിസ്ക് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു സ്റ്റോക്ക് കാരണം. അതുകൊണ്ടാണ് മുകളിലോട്ട് ഇതുപോലെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം മുകളിലേക്കുള്ള റിസ്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ഈ 2420 കോൾ ഓപ്ഷനാണ് വിറ്റിരിക്കുന്നത്. അവിടെ വരെ പോയാൽ നമുക്ക് മാക്സിമം ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് കിട്ടും. അത് 30,900 രൂപയാണ് നമുക്ക് ഇതിനകത്ത് മാക്സിമം കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്. അതിന് ഏതാണ്ട് ഒരു 30 ദിവസം അല്ലെങ്കിൽ 30 ദിവസം 40 ദിവസത്തെ ഒരു കാലയളവാണ് ഇതിനുള്ളത്. എക്സ്പയറി വീക്ക് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ക്ലോസ് ചെയ്യണം. കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അത് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് റോൾ ഓവർ ചെയ്യാം. ഇതാണ് ഒരു കവേർഡ് കോളിൻ്റെ അനാട്ടമി എന്ന് പറയുന്നത്. ലോങ് പൊസിഷൻ, ലോങ് സ്റ്റോക്കും ഒരു അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കോൾ ഓപ്ഷനുമാണ് കവേർഡ് കോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്റ്റോക്ക് താഴേക്ക് പോയാൽ നമുക്കറിയാം, നമ്മൾ ലോങ് ടൈമിലേക്കാണ് വാങ്ങിയിരിക്കുന്നത്, നമുക്കത് വിഷയമല്ല, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഡിഫൻസീവ് സ്റ്റോക്കാണ്, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്, ലോങ് ടൈം ഹോൾഡിങ്ങിനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴേക്കുള്ള റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കവർ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്, ഈ സ്റ്റോക്ക് അധികം താഴോട്ട് പോവില്ല, അല്ലെങ്കിൽ ഇത്രയും പോയ സ്ഥിതിക്ക് ഇനിയും അധികം പോവില്ല. ഇനി അഥവാ അധികം പോയാൽ പോലും നമ്മളത് ഏറ്റെടുത്ത് അത് ഹോൾഡ് ചെയ്യും, വിറ്റ് മാറില്ല. സ്റ്റോപ്പ് ലോസിൻ്റെ പരിപാടി ഇല്ല ഇതിനകത്ത്. ആ രീതിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണ്. ഇതാണ് മാക്സിമം ചാർട്ട്. ഇതാണ് കഴിഞ്ഞ 5 വർഷത്തെ ചാർട്ട്. ഇത് മുകളിലേക്കും താഴേക്കുമൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതൊരു ഡിഫൻസീവ് സ്റ്റോക്കാണ്. ഇതാണ് കവേർഡ് കോൾ. നമുക്ക് ബാക്കി ഐറ്റംസ് നോക്കാം. ലിമിറ്റഡ് അപ്സൈഡ് ആണ്. ഈ സ്ട്രൈക്ക് പ്രൈസിന് മുകളിൽ ഇവിടെ 2420 സ്ട്രൈക്കിലാണ് നമ്മൾ കോൾ വിറ്റത്. അതിന് മുകളിൽ നമുക്ക് എത്ര പോയി കഴിഞ്ഞാലും നമുക്ക് യാതൊരു പ്രോഫിറ്റും അഡീഷണൽ കിട്ടത്തില്ല. എത്രയാണോ 30,000 മാക്സിമം പ്രോഫിറ്റ് 30,900, അത്രമാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എത്ര പോയാലും. ലിമിറ്റഡ് അപ്സൈഡ്. സ്റ്റോക്ക് ഡിപ്രീസിയേഷൻ വളരെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം താഴേക്ക് വന്നാൽ, ഫോർ എക്സാമ്പിൾ മുകളിലേക്ക് 3% അല്ലെങ്കിൽ ഒരു 4%-ത്തിനടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിലെ പ്രോഫിറ്റ് കിട്ടും. ഒപ്പം ഓപ്ഷൻ്റെ ഈ 10,500 കൂടെ കൂട്ടി, അത് രണ്ടുകൂടെ കൂട്ടിയാണ് 30,900 കിട്ടുന്നത്. പക്ഷേ സ്റ്റോക്ക് താഴേക്ക് ഒരു 10% പോയെന്ന് വെച്ചു, നമുക്ക് 84,000 അല്ലെങ്കിൽ 85,000 രൂപയൊക്കെ നഷ്ടം വരും. 10, 12, 13% താഴേക്ക് പോകുമ്പോൾ ആ 84,000 രൂപയൊക്കെ നഷ്ടം വരുമ്പോൾ 85,000 രൂപ നഷ്ടം വരാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കത് കവറേജ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ കിട്ടിയത് 15,500 രൂപ മാത്രമാണ് നെറ്റ് ക്രെഡിറ്റ്. അങ്ങനെ പല മാസങ്ങളിൽ കിട്ടിയാൽ മാത്രമേ നമുക്കതൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അസൈൻമെൻറ്റ് റിസ്ക് ഉണ്ട്. 2420 മുകളിലേക്ക് 2500 വരെയൊക്കെ സ്റ്റോക്ക് പോയാൽ നമുക്ക് ആ ലാഭം കിട്ടുമെങ്കിലും ഓപ്ഷനകത്ത് നമ്മൾ ആ സ്ട്രൈക്കിന് മുകളിലേക്കുള്ള കവറേജ് ഇല്ലാത്തത് കൊണ്ട്, ഓപ്ഷനകത്ത് ഉള്ള നഷ്ടം സ്റ്റോക്ക് കൊണ്ട് കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അവിടെ ലിമിറ്റ് ആക്കപ്പെടും. അതിന് മുകളിൽ സ്റ്റോക്ക് നമ്മൾ കൊടുത്ത് മാറുക, രണ്ടും വിറ്റ് മാറുക, ലാഭത്തിൽ പുറത്തു വരിക എന്നുള്ളതാണ് മാക്സിമം നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. അതായത് ഈ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അടുത്ത മാസം നമുക്ക് ചെയ്യാൻ നമ്മുടെ ഈ സ്റ്റോക്കില്ല, അത് ഒരു പക്ഷേ മറ്റൊരു സ്റ്റോക്ക് കണ്ടെത്തേണ്ടി വരാം. ആ രീതിയിൽ ആണ് അത് വർക്കൗട്ട് ആവുക. അതാണ് കവേർഡ് കോൾ. അതല്ലെങ്കിൽ മറ്റു പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് വീണ്ടും ഹയർ ലെവലിൽ പോയിട്ട് നമുക്ക് വീണ്ടും 1-2 കോൾ ഓപ്ഷൻ വിൽക്കാൻ പറ്റും. അപ്പം നമ്മളൊരു പുതിയ ഒരു ഫ്രഷ് സ്പെക്കുലേറ്റീവ് വ്യൂ നമ്മളവിടെ എടുത്തിട്ട് അടുത്ത ഒരു ട്രേഡ് എടുക്കാനേ സാധ്യമാവുകയുള്ളൂ. അതാണ് അസൈൻമെൻറ്റ് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് സ്റ്റോക്ക് വാങ്ങുക. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു, അതാണ് അണ്ടർലൈൻ സ്റ്റോക്ക് വാങ്ങുക. എക്സാമ്പിൾ നമ്മൾ യൂണിലിവർ വെച്ച് നോക്കി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കോൾ ഓപ്ഷൻ ഏത് വിൽക്കണം എന്ന് നമ്മൾ തിരഞ്ഞുപിടിക്കുക. നമ്മുടെ വ്യൂ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എത്ര മുകളിലേക്ക് പോകും എന്നും മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് മാർക്കറ്റിനേക്കാൾ ഒരു ചെറിയ ഒരു ഹയർ ലെവലിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യാറുള്ളത്. കാരണം സ്റ്റോക്കിനകത്ത് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി അതിന് ചെയ്യാറുള്ളത്. എക്സ്പയറി വീക്ക്ലി ഇല്ല, പക്ഷേ മന്ത്ലി എക്സ്പയറി ഉണ്ട്. മന്ത്ലി എക്സ്പയറി തന്നെയാണ്, 3 മാസം വരെയുള്ള എക്സ്പയറി ഉണ്ടാവും. ട്രേഡ് ചെയ്യുവാനായിട്ട് നമ്മൾ ട്രേഡറുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ കയറിയിട്ട് അങ്ങ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓപ്ഷൻ ചെയിനിനകത്ത് നോക്കിയിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, കോൾ ഓപ്ഷൻ വിൽക്കുക, പ്രീമിയം എടുക്കുക. അതാണ് എക്സിക്യൂട്ടിംഗ് ദ ട്രേഡ്. പിന്നെയുള്ളത് മാനേജിങ് ദ പൊസിഷനാണ്. സ്ട്രൈക്ക് പ്രൈസിന് താഴെയാണ് ഇത് ക്ലോസ് ആവുന്നതെങ്കിൽ നമ്മൾ പ്രീമിയം നമ്മുടെ കയ്യിലിരിക്കും. കാരണം പ്രീമിയം നമ്മൾക്ക് തിരിച്ച് മാർക്കറ്റിൽ കൊടുക്കണ്ട. ഷെയർ നമ്മുടെ കയ്യിലിരിക്കും. ഒരുപക്ഷെ ചെറിയ താൽക്കാലികമായിട്ടുള്ള ഒരു നഷ്ടം നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ വീണ്ടും നമ്മൾ ആ സ്റ്റോക്ക് തന്നെ റോൾ ഓവർ ചെയ്ത് അടുത്ത എക്സ്പയറിയിലേക്ക് വാങ്ങി വെച്ചിട്ട് വീണ്ടും കാൾ ഓപ്ഷൻ വയ്ക്കാൻ പറ്റും. സ്ട്രൈക്ക് പ്രൈസിൻ്റെ അവിടെയാണെങ്കിൽ അവിടെയും നമുക്ക് ഷെയർ വിറ്റ് ലാഭം എടുക്കാം, എന്നിട്ട് പ്രീമിയം നമ്മുടെ കൈ വെക്കാം. അതിനേക്കാൾ നല്ലൊരു സ്ട്രാറ്റജി പക്ഷേ പ്രീമിയം കൈ വെച്ചിട്ട് അടുത്ത എക്സ്പയറിയിലേക്ക് ഓപ്ഷൻ ഫ്യൂച്ചർ റോൾ ഓവർ ചെയ്തിട്ട് അടുത്ത എക്സ്പയറിയിലേക്ക് വീണ്ടും ഒരു കോൾ ഓപ്ഷൻ വയ്ക്കുന്നത്. ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ ഇതാണ്. സ്ട്രൈക്ക് പ്രൈസിന് അടുത്ത്, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ലാഭം നമുക്ക് കിട്ടുക. അവിടെയാണ് നമുക്ക് സ്റ്റോക്ക് നഷ്ടമില്ലാതെ ഹോൾഡ് ചെയ്യാൻ കഴിയുക. ഇതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. പക്ഷേ അങ്ങനെ എല്ലാ മാസവും സംഭവിക്കണമെന്നില്ല. ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ ഒരു കവേർഡ് കോളിന്റെ കേസിൽ ഇതാണ്. എബോ സ്ട്രൈക്ക് പ്രൈസ് ആകുമ്പോൾ നമുക്ക് മിക്കവാറും സ്റ്റോക്ക് വിറ്റ് മാറേണ്ടി വരും. കാരണം പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുക. നമ്മൾ ഓപ്ഷൻ നഷ്ടത്തിൽ വിറ്റിട്ട് സ്റ്റോക്ക് വിൽക്കാതിരുന്നാൽ നമുക്ക് ലോസ് വരും. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വിറ്റ് മറ്റൊരു ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് പകരം മറ്റൊരു ഡിഫൻസീവ് സ്റ്റോക്ക്, ഫോർ എക്സാമ്പിൾ ITCയോ അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ട ChatGPT പറഞ്ഞ വേറെയും സ്റ്റോക്കുകളുണ്ട്. ITCയിൽ വേണേൽ ചെയ്യാം, സിപ്ലയിൽ വേണേൽ ചെയ്യാം, NTPC ചെയ്യാം, നെസ്ലെ ചെയ്യാം. ഏതൊക്കെ ഡിഫൻസീവ് സ്റ്റോക്കുകളാണ് ChatGPT പറഞ്ഞതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ ഡിഫൻസീവ് ആണെന്നുള്ളത്. അത് അങ്ങനെ മാറി ചെയ്യാം. എന്നിട്ട് വീണ്ടും ഫ്രഷ് മൈൻഡോടുകൂടി 1-2 മാസം കഴിയുമ്പോൾ ഇതിലേക്ക് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പോകേണ്ടി വരും. ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് മുകളിൽ വിറ്റ് കവർ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജികൾ നമ്മൾ പിന്നീട് പഠിക്കും. അതാണ് മറ്റൊരു ഓപ്ഷൻ ഈ കേസിൽ. റോൾ ഓവർ മീൻസ് നമ്മൾ ഇപ്പോൾ ജനുവരിയിലെ ഫ്യൂച്ചർ ചെയ്തത് ഫെബ്രുവരിയിലേക്ക് മാറ്റുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ തിരിച്ചു മേടിച്ചിട്ട് പുതിയൊരെണ്ണം വിൽക്കുക ആ ഒരു സിറ്റുവേഷനിൽ. മറ്റൊരു കേസ് നമ്മൾ പൊസിഷനെല്ലാം ക്ലോസ് ചെയ്ത് പുറത്തു വരിക ലാഭം എടുത്തിട്ട്. നമ്മൾ ഇതിനകത്ത് പരിഗണിക്കേണ്ട കാര്യങ്ങൾ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വേണം തിരഞ്ഞെടുക്കാൻ. നമ്മളിപ്പോൾ എടുത്തത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. വർഷങ്ങൾ പഴക്കമുള്ള വളരെ വലിയ ഒരു സംരംഭമാണത്. സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യണം. കാരണം സ്ട്രൈക്ക് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പൊസിഷൻ പിന്നീട് തീരുമാനിക്കപ്പെടുക. മാർക്കറ്റിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒപ്പം ബ്രോക്കറേജും കാര്യങ്ങളും ഒന്ന് ചെറുതായിട്ട് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ കവേർഡ് കോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കേണ്ടത് എല്ലാ മാസവും നമുക്കൊരു ഇൻകം ഇതിനകത്തുനിന്ന് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മാർക്കറ്റ് സൈഡ് വേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബുള്ളിഷായിട്ടൊക്കെ പോവുകയാണെങ്കിലാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഒരുപാട് ബുള്ളിഷ് ആയാലും ഒരുപാട് ബിയറിഷ് ആയാലും ഇതിൽ നമുക്ക് ഇച്ചിരി ടെക്നിക്കലായിട്ട് മാനേജ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും. ബാലൻസ് റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് സ്റ്റോക്സ് ആൻഡ് ഓപ്ഷൻസ്. നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചില സ്റ്റോക്കുകളുണ്ട്. ഒരുപാട് വൊളാറ്റിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഇതിന് നല്ലതല്ല. ഇങ്ങനെ തന്ത്രപരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റോട് കൂടി നമുക്കിത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കവേർഡ് കോൾ കൊണ്ട് എല്ലാ മാസവും ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കാനുള്ള പൊട്ടൻഷ്യൽ ഒരുപാടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.